മൂന്നാറിൽ കാടുകയറാതെ കാട്ടുകൊമ്പൻ പടയപ്പ നെറ്റിക്കുടി ഗൂഡാറുവിള ഭാഗത്തേക്ക് പോകുന്നിടത്താണ് കഴിഞ്ഞ 2 ദിവസമായി പടയപ്പ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ കാട്ടുകൊമ്പൻ കൃഷിനാശവും വരുത്തി. പടയപ്പയെ കാടുകയറ്റാത്തതിൽ മേഖലയിൽ പ്രതിഷേധവും ശക്തമാണ്. കാട്ടുകൊമ്പൻ പടയപ്പ കാടുകയറാൻ തയ്യാറാകാത്തത് മൂന്നാറിലെ തോട്ടം മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇതാണ് അവസ്ഥ. നെറ്റിക്കുടി ഗൂഡാറുവിള ഭാഗത്തേക്ക് പോകുന്ന ഇടത്താണ് കഴിഞ്ഞ 2 ദിവസമായി പടയപ്പ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഈ മേഖലയിൽ കാട്ടുകൊമ്പൻ കൃഷിനാശവും വരുത്തി. കഴിഞ്ഞ വേനൽക്കാലത്ത് മദപ്പാടിന്റെ കാലയളവിൽ പടയപ്പ വലിയ തോതിൽ ആക്രമണ സ്വഭാവം പുറത്തെടുത്തിരുന്നു. പിന്നീട് ആനയെ കാടുകയറ്റാൻ വനംവകുപ്പ് ചില ശ്രമങ്ങൾ നടത്തി. ശ്രമങ്ങൾ അവസാനിച്ചതോടെ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. അന്ന് തൊട്ട് ഇന്ന് വരെ പടയപ്പ ഒട്ടുമിക്ക ദിവസങ്ങളിലും ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന സ്ഥിതിയാണുള്ളത്. വിവിധയിടങ്ങളിൽ ആന കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. ആനശല്യം വർദ്ധിച്ചതോടെ കാട്ടുകൊമ്പനെ കാട് കയറ്റണമെന്ന ആവശ്യം മൂന്നാറിൽ വീണ്ടും ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്കൂൾ ബസ്സിന് നേരെ പടയപ്പ പാഞ്ഞെടുത്തിരുന്നു. വേനൽ കനക്കുന്നതോടെ കാട്ടാന കൂടുതൽ ആക്രമണകാരിയാകുമോ എന്ന ആശങ്കയും തൊഴിലാളി കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.